ഇരുവരും തമ്മിൽ പല കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കും. കാഴ്ചയിൽ സുന്ദരനായ മൂത്തതിൽ രാജപത്നിയുടെ കണ്ണുടക്കുകയും തുടർന്ന് അവർ തമ്മിൽ പ്രണയത്തിൽ ആകുകയും ചെയ്തു. രാജാവില്ലാത്ത സമയങ്ങളിൽ ഇരുവരും തമ്മിൽ രഹസ്യ കണ്ടുമുട്ടലുകൾ പോലുമുണ്ടായി. ഒടുവിൽ ഇതറിഞ്ഞ രാജാവ് മൂത്തതിനെ വധിക്കാൻ ഉത്തരവിടുകയായിരുന്നു. എന്നാൽ ഇതറിഞ്ഞ് പരിഭ്രാന്തനായ മൂത്തത് ക്ഷേത്രസങ്കേതത്തിൽ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഇത് രാജാവിനെ ഒന്നുകൂടി കോപാസക്തനാക്കി. ക്ഷേത്രത്തിൽ വെച്ചായാലും മൂത്തതിനെ വധിക്കാൻ അദ്ദേഹം ഭടന്മാർക്ക് കൽപ്പന നൽകി. ഈ സംഭവം മൂത്തത് അറിയുകയും അയാൾ തലവേദന അഭിനയിച്ച് ക്ഷേത്രത്തിൽ കിടക്കുകയും ചെയ്തു. അന്നത്തെ ശീവേലിക്ക് എഴുന്നള്ളിക്കാനുള്ള അവകാശം മൂത്തത് കീഴ്ശാന്തി ആയിരുന്ന മടപ്പള്ളി നമ്പൂതിരിയെ ഏൽപ്പിച്ചു. സംഭവങ്ങൾ ഒന്നും അറിയാതെ മടപ്പള്ളി അത് പൂർണ്ണമനസ്സോടെ സ്വീകരിക്കുകയും ചെയ്തു. മടപ്പള്ളി തിടമ്പുമായി പുറത്തുകിടക്കുന്നതിനു പിന്നാലെ മൂത്തത് അവിടെ നിന്നും സ്ഥലം വിടുകയും ചെയ്തു. ഈ സമയം മൂത്തതിനെ വധിക്കാനുള്ള സന്നാഹങ്ങളുമായി ക്ഷേത്രമതിൽ വടക്കുഭാഗത്ത് കാത്തുനിൽക്കുകയായിരുന്നു രാജഭടന്മാർ. ശീവേലി എഴുന്നള്ളത്ത് വടക്കേനടയിൽ എത്തിയപ്പോൾ മൂത്തതാണെന്ന്